കർത്താവിൽ പ്രിയരെ, പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ ബൈബിൾ ക്ലാസ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക മർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ഇയ്യോബിന്റെ പുസ്തകം 31 വരെയുള്ള അധ്യായങ്ങളാണല്ലോ കഴിഞ്ഞ ആഴ്ച വരെ നമ്മൾ പഠിക്കുവാനായിട്ട് ഒരു പരിശ്രമം നടത്തിയത്. അത് ഇയ്യോബിന്റെ വാക്കുകളുടെ പര്യവസാനം എന്നാണ് ആ അധ്യായത്തിന്റെ അവസാനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. 40-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം ഇയ്യോബിന്റെ വചനങ്ങൾ അവസാനിച്ചു എന്ന് എഴുതി വച്ചിരിക്കുകയാണ്. പിന്നീട് 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ ഒരു പുതിയ വ്യക്തി ഇവിടെ കടന്നു വരികയാണ്. ഇതുവരെയും 31-ാമത്തെ അധ്യായം വരെയും നമുക്ക് സുപരിചിതനല്ലാത്ത ഒരു വ്യക്തി പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയാണ്. അതിന്റെ 2-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ രാം വംശത്തിൽ ബൂസിനായ ബർഗേലിന്റെ മകൻ ഏലിഹുവിന്റെ കോപം ജ്വലിച്ചു പറയുന്ന ഒരാൾ ഇവിടെ പ്രത്യക്ഷനാകുകയാണ്. പിന്നീട് നമുക്ക് താഴത്തേക്ക് അദ്ദേഹത്തെ പറ്റി വായിക്കുകയും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ പരിശോധിക്കുകയും ചെയ്യുമ്പോൾ ഇദ്ദേഹം തുടക്കം മുതലേ ഇയ്യോബിന്റെ കൂട്ടുകാരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ധ്വനി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പക്ഷെ അദ്ദേഹം ഒരിടത്തും സംസാരിക്കുന്നില്ല. ഈ അവസാന സമയത്താണ് എലീഹു സംസാരിക്കുന്നത്. അതിന്റെ ഭാഗം ദൈവം കൊണ്ട് ഇയ്യോബിന്റെ നേരെ അവന്റെ കോപം ജ്വലിച്ചു. 3-ാമത്തെ വാക്യം, അവന്റെ 3 സ്നേഹിതന്മാർ ഇയ്യോബിന്റെ കുറ്റം തെളിയിപ്പാൻ തക്ക ഉത്തരം കാണായിക കൊണ്ട് അവരുടെ നേരെയും അവന്റെ കോപം ജ്വലിച്ചു. 2 കാരണങ്ങൾ കൊണ്ടാണ് എലീഹു സംസാരിക്കാനായിട്ട് തുടങ്ങുന്നത്. ഒന്ന്, ഇയ്യോബ് തന്നെത്താൻ നീതീകരിച്ചത് കൊണ്ടും, 2, ഇയ്യോബിനെ വാക്കുകൾ കൊണ്ട് തറപ്പിക്കാൻ കഴിയാതിരുന്ന ഇയ്യോബിന്റെ 3 സഹോദരങ്ങളുടെ പരാജയം കണ്ടിട്ട്, സ്നേഹിതന്മാരുടെ പരാജയം കണ്ടിട്ടാണ് എലീഹു ആരംഭിക്കുന്നത്. അദ്ദേഹം, നിങ്ങൾ വൃദ്ധന്മാരുമാകുന്നു, അതുകൊണ്ട് ഞാൻ ശങ്കിച്ചു, അഭിപ്രായം പറയുവാൻ തുനിഞ്ഞില്ല. പ്രായം സംസാരിക്കുകയും ജ്ഞാനം ഉപദേശിക്കുകയും ചെയ്യട്ടെ എന്നിങ്ങനെ ഞാൻ വിചാരിച്ചു. അപ്പൊ ഇതുവരെയും അദ്ദേഹം സംസാരിക്കാതിരുന്നതിന്റെ കാരണം അദ്ദേഹം തന്നെ പറയുകയാണ്. ക്ലിയർ ആകുന്നില്ലേ? അച്ഛന്റെ വാക്ക് ബ്രേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. ഇപ്പൊ ശരിയായി. ഇപ്പൊ ശരിയായോ? എന്തോ പ്രോബ്ലം ഉണ്ട്, ബ്രേക്ക് ആവുന്നുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെയാണ്, എനിക്കറിയാൻ എല്ലാവർക്കും അങ്ങനെയാണോ എന്ന്. ഇവിടെ ഒരു മിനിറ്റ്, ഞാൻ ഇവിടുത്തെ നെറ്റിന്റെ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. മറ്റാരും പറയുന്നില്ല, അപ്പം വേണേ ഇവിടുത്തെ ആയിരിക്കും അച്ഛാ. അല്ല, നെറ്റിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നുണ്ട് അച്ഛാ. ഉണ്ടോ? ബ്രേക്ക് ആവുന്നുണ്ട്. അച്ഛാ വൈഫൈയിലല്ലേ കണക്ട് ചെയ്തേക്കുന്നത്? വൈഫൈ. ഒരു മിനിറ്റ്.
അതിനകത്ത് എന്തെങ്കിലും വിഷയം ഉണ്ടോ നോക്കിക്കോട്ടെ. വൈഫൈയിൽ ഇഷ്യൂ ഒന്നും കാണുന്നില്ല. ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടോ? ഇപ്പം ക്ലിയറാ. ഓക്കെ. ഞാൻ ആദ്യം മുതൽ ഒന്നും കൂടെ പറയാം. അതായത് 31-ാം അധ്യായം വരെ നമ്മൾ കാണുന്ന കുറെ വ്യക്തികളുണ്ട്. പ്രത്യേകിച്ച് ആദ്യ ഭാഗത്ത് ഇയ്യോബിന്റെ ഭാര്യ, ഇയ്യോബിന്റെ സ്നേഹിതന്മാര് 3 പേര് കടന്നു വരുന്നുണ്ട്. ഇയ്യോബിന്റെ വീട്ടിലെ ജോലിക്കാരെ കാണുന്നുണ്ട്. ദൈവത്തെയും സാത്താനെയും ദൈവദൂതന്മാരെ കാണുന്നുണ്ട്. എന്നാൽ ഇതിന്റെ കൂടെ പിന്നെയും പ്രശ്നം ഹോട്ട്സ്പോട്ടിലൊന്ന് കണക്ട് ചെയ്ത് നോക്ക്. അല്ല, ഫോണിലൊന്ന് കണക്ട് ചെയ്താൽ മതി ഹോട്ട്സ്പോട്ട്. ക്ലിയർ ആയോ? ഓക്കെ. ഇവിടുത്തെ നെറ്റിന്റെ എന്തോ ഇഷ്യൂ ആണ്. അത് ഫോണിന്റെ നെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏലിഹു എന്ന ഒരു പുതിയ ആള് രംഗപ്രവേശനം ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അദ്ദേഹം 2 കാരണം കൊണ്ടാണ് ഇവിടെ സംസാരിക്കാനായിട്ട് മുതിരുന്നത്. ഒന്ന്, ഇയ്യോബ് ദൈവത്തെക്കാൾ തന്നെത്താൻ നീതീകരിച്ചത് കൊണ്ടും, 2, ഇയ്യോബിന്റെ 3 സുഹൃത്തുക്കൾക്ക് ഇയ്യോബിനെതിരെ സംസാരിച്ച് വിജയിക്കാൻ കഴിയാത്തത് കൊണ്ടും ഈ എലിഹു സംസാരിക്കുവാനായിട്ട് ആരംഭിക്കുകയാണ്. 6-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിക്കാമോ? 6-ാമത്തെ വാക്യം മുതൽ. മുപ്പത്തിരണ്ടാം അധ്യായം 6-ാമത്തെ വാക്യം. അങ്ങനെ ബൂസിനായ ബറബേലിന്റെ മകൻ എലീഹു പറഞ്ഞതെന്തെന്നാൽ,
ഞാൻ പ്രായം കുറഞ്ഞവനും നിങ്ങൾ വൃദ്ധന്മാരുമാകുന്നു. അതുകൊണ്ട് ഞാൻ ശങ്കിച്ചു, അഭിപ്രായം പറയുവാൻ തുനിഞ്ഞില്ല. പ്രായം സംസാരിക്കുകയും വയോധിക്യം ജ്ഞാനം ഉപദേശിക്കുകയും ചെയ്യട്ടെ എന്നിങ്ങനെ ഞാൻ വിചാരിച്ചു. എന്നാൽ മനുഷ്യരിൽ ആത്മാവുണ്ടല്ലോ, സർവശക്തന്റെ ശ്വാസം അവർക്ക് വിവേകം നൽകുന്നു. പ്രായം ചെന്നവരത്രേ ജ്ഞാനികൾ എന്നില്ല, വൃദ്ധന്മാരത്രേ ന്യായബോധമുള്ളവർ എന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എന്റെ വാക്ക് കേട്ടുകൊള്ളുവീൻ. ഞാനും എന്റെ അഭിപ്രായം പ്രസ്താവിക്കാം. ഞാൻ നിങ്ങളുടെ വാക്ക് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. നിങ്ങൾ തക്ക മൊഴികൾ ആരാഞ്ഞു കണ്ടെത്തുമോ എന്ന് നിങ്ങളുടെ ഉപദേശങ്ങൾക്ക് ഞാൻ ചെവി കൊടുത്തു. നിങ്ങൾ പറഞ്ഞത് ഞാൻ ശ്രദ്ധ കൊടുത്തു. ഇയ്യോബിന് ബോധം വരുത്തുവാനോ അവന്റെ മൊഴികൾക്ക് ഉത്തരം പറയുവാനോ നിങ്ങളിൽ ആരുമില്ല. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇതിനെല്ലാം സാക്ഷി നിന്ന ഒരു വ്യക്തിയാണ് ഏലീഹു. ഇതുവരെയും ഇയ്യോബിന്റെ വാക്കുകളും ഇയ്യോബിന്റെ സുഹൃത്തുക്കളുടെ വാക്കുകളും കേട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, ഞാൻ നിങ്ങളുടെ വാക്ക് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു എന്ന്, നിങ്ങളുടെ ഉപദേശങ്ങൾക്ക് ഞാൻ ചെവി കൊടുത്തു എന്നും ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. അപ്പൊ ഇതുവരെയും അദ്ദേഹം സംസാരിക്കാതിരുന്നതിന്റെ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ പ്രായം കുറഞ്ഞവനും നിങ്ങൾ വൃദ്ധന്മാരുമാകുന്നു, അതുകൊണ്ട് ഞാൻ ശങ്കിച്ചു, അഭിപ്രായം പറയുവാൻ തുനിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ 32-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്, ആദ്യത്തെ വാക്യം, അങ്ങനെ ഇയ്യോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നിയത് കൊണ്ട് ഈ 3 പുരുഷന്മാർ അവനോട് വാദിക്കുന്നത് മതിയാക്കി. ഇപ്പൊ ജയിച്ചു നിൽക്കുന്ന ആരാണ്? ഇയ്യോബ് ജയിച്ചു നിൽക്കുകയാണ്. അപ്പോ അതുകൊണ്ടാണ് ഈ ഏലീഹുവിന്റെ കോപം ജ്വലിക്കുന്നത്. ഇയ്യോബിനെതിരെയും ഇയ്യോബിന്റെ സുഹൃത്തുക്കൾക്ക് എതിരെയും അദ്ദേഹത്തിന്റെ കോപം ജ്വലിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് 37 അധ്യായം വരെ, 32 മുതൽ 37 വരെ ഇദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമുക്ക് കേൾക്കുവാനായിട്ട്, വായിക്കാനായിട്ട് സാധിക്കുന്നത്. അതിന് എല്ലാം ഞാനത് പറയുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം 3-4 കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അത് മാത്രം ഒന്ന് ഈ സമയത്ത് സൂചിപ്പിക്കട്ടെ. ഇതുവരെയും ഇയ്യോബിന്റെ സുഹൃത്തുക്കൾ 3 പേരും ഇയ്യോബിന്റെ തകർച്ചയുടെ, ഇയ്യോബിന്റെ രോഗത്തിന്റെ, അല്ലെങ്കിൽ ഇയ്യോബിന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടതിന്റെ കാരണം അദ്ദേഹത്തിന്റെ പാപമാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഏലീഹു അതിന് വിപരീതമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, രോഗങ്ങളെ ദൈവിക വെളിപാടിനുള്ള മാധ്യമമായിട്ടാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നത്. അതായത് ഇയ്യോബിന്റെ രോഗം അത് അദ്ദേഹത്തെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാനും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാനും ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനും ദൈവത്തെ കാണാനുമുള്ള ഒരു ഭാഗ്യാവസ്ഥയിലേക്കുള്ള ഒരു പ്രയാണമാണ് ഇതെന്ന് ഈ ഏലീഹു ഇയ്യോബിനോട് പറയുന്നുണ്ട്. ഇയ്യോബിനെ പലതരത്തിലും വിമർശിക്കുന്നുണ്ടെങ്കിലും ഇയ്യോബിനെ ആശ്വസിപ്പിക്കാനും അദ്ദേഹം പരിശ്രമിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഏതാണ്ട് ഇതിന് സമാനമായ കാഴ്ചപ്പാടാണ് പലയിടങ്ങളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക. മനുഷ്യന്റെ രോഗങ്ങളും തകർച്ചകളും അവന്റെ വേദനകളും അവന്റെ പാപങ്ങൾ മാത്രം നിമിത്തമല്ല, മറിച്ച് അത് ദൈവിക സംസർഗത്തിലേക്ക് അവരെ നയിക്കാനുള്ള ഒരു മാധ്യമമായിട്ട് കൂടെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് പുതിയ നിയമത്തിൽ യേശു തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പിന്നീട് യേശു തന്നെ ശിഷ്യന്മാരോട് ഒരിക്കൽ ശിഷ്യന്മാർ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നുണ്ട്. പിറവിയിൽ തന്നെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടപ്പോ യേശുവിന്റെ ശിഷ്യന്മാര് ചോദിച്ചു, കർത്താവേ, ഇവന്റെ പാപം കൊണ്ടോ ഇവന്റെ മാതാപിതാക്കളുടെ പാപം കൊണ്ടോ ആണോ ഇവൻ ഇങ്ങനെ പിറവിയിൽ തന്നെ കുരുടനായി തീർന്നത്? എന്താ യേശു മറുപടി പറഞ്ഞേ? ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ്. അതായത് ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കളുടെയോ പാപം നിമിത്തമല്ല, മറിച്ച് ദൈവത്തിന്റെ മഹത്വമേറിയ പ്രവർത്തികളിൽ ഇവനിൽ വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഇങ്ങനെ ജനിച്ചത്. അപ്പൊ അവന്റെ പാപം കൊണ്ടല്ലെന്ന് യേശു വെളിപ്പെടുത്തുകയാണ്, അവന്റെ മാതാപിതാക്കളുടെ പാപം കൊണ്ടല്ല എന്നും വെളിപ്പെടുത്തുകയാണ്. എന്നാൽ പഴയ നിയമത്തിൽ ആ ഒരു വലിയൊരു കാഴ്ചപ്പാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു തകർച്ചയോ ഒരു രോഗമോ മറ്റെന്തെങ്കിലും ഒരു പ്രയാസമോ ഉണ്ടായാൽ അത് പാപം കൊണ്ടാണെന്നുള്ള ഏക കാഴ്ചപ്പാട് മാത്രമേ പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് വ്യത്യാസമുണ്ട്.
അപ്പൊ ഇതാണ് ഏലീഹുവിന്റെ ഇദ്ദേഹത്തിന്റെ ഈ അധ്യായങ്ങൾ വായിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ ഉൾക്കാഴ്ച. രണ്ടാമത്, ഇയ്യോബ് പറയുന്നത് ഇയ്യോബിന്റെ ഈ അവസ്ഥയ്ക്ക് ഇനി മാറ്റം വരാൻ എന്താ ഇനി പ്രതിവിധി ഉള്ളത്? അദ്ദേഹം പറയുന്നത് ഇനി മരണം മാത്രമേ ഇതിന് പ്രതിവിധി ഉള്ളൂ എന്ന് ഇയ്യോബ് പലയിടങ്ങളിൽ പറയുന്നുണ്ട്. ദൈവം എന്നെ തകർത്ത് കളഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ എത്രയോ തവണ ഇയ്യോബ് പറയുന്നുണ്ട്. അപ്പൊ മരണം മാത്രമാണ് തൻ്റെ ഈ കഷ്ടതകളിൽ നിന്നും തൻ്റെ ഈ വേദനകളിൽ നിന്നും തന്നെ വിടുവിക്കാനായിട്ട് സഹായകമാകുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നത് ദുരിതങ്ങൾ മരണത്തിന്റെ കുഴിയിൽ ഒടുങ്ങാൻ വേണ്ടിയിട്ടുള്ളവയല്ല, മരണക്കുഴിയുടെ വക്കിൽ നിന്നും രക്ഷിക്കുവാനുള്ളവയാണെന്നാണ് ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകളിലൂടെ നമുക്ക് കുറച്ചുകൂടെ അത് വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ദുരിതവും കഷ്ടപ്പാടും വേദനകളും നിത്യമായ മരണത്തിൽ നിന്നും രക്ഷിച്ച് നിത്യജീവനിലേക്ക് കൈപിടിച്ച് നടത്തുന്നതാണെന്നാണ് ഏലീഹു പറയുന്നത്. എന്നാൽ ഇതിനു മുമ്പ് ഇയ്യോബിന്റെ 3 സുഹൃത്തുക്കൾ പറഞ്ഞത് മുഴുവനും നേരെ തിരിച്ചായിരുന്നു. ഇത് എല്ലാം പാപം കൊണ്ടുള്ള ശിക്ഷയാണ്, ഇത് മൂലം തകർച്ച ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏലീഹു കുറച്ചുകൂടെ പക്വമായിട്ട് സംസാരിക്കാനും ജ്ഞാനത്തോടു കൂടെ സംസാരിക്കാനും ഇടയായി തീരുകയാണ്. പിന്നീട് മൂന്നാമത് അദ്ദേഹം സുഹൃത്തുക്കൾ ദൈവനീതിയെ കുറിച്ച് മാത്രം സംസാരിച്ചപ്പോ ഏലീഹു ദൈവത്തിന്റെ കരുണയെ പറ്റി സംസാരിച്ചു. അതായത് ഇയ്യോബിന്റെ സുഹൃത്തുക്കൾ ദൈവത്തിന്റെ കരുണയെ പറ്റി ഒരിടത്തും പ്രതിപാദിക്കുന്നില്ല. എന്നാൽ അതേ സമയത്ത് ദൈവത്തിന്റെ നീതിയെ പറ്റി മാത്രം, ദൈവം ശിക്ഷിക്കുന്നവനാണ് എന്നുള്ളത് മാത്രം പറഞ്ഞു വെക്കാനായിട്ടാണ് ആര് പരിശ്രമിക്കുന്നത്? ഇയ്യോബിന്റെ മറ്റ് 3 സുഹൃത്തുക്കൾ. എന്നാൽ ഇദ്ദേഹം ഇയ്യോബിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പാപം ഉപേക്ഷിച്ചാൽ അല്ലെങ്കിൽ തെറ്റായ വഴികളിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിലേക്ക് നോക്കിയാൽ ദൈവം കരുണാമയനാണെന്നും ദൈവം കരുണ ചെയ്യുമെന്നുമെല്ലാം ഇദ്ദേഹത്തിന്റെ ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതാണ് പ്രധാനമായിട്ടും ഈ ഏലീഹുവിന്റെ പഠിപ്പിക്കലുകളിൽ അദ്ദേഹത്തിന്റെ വചനങ്ങളിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. 37 വരെയുള്ള അധ്യായങ്ങൾ, ഇനി 38 മുതൽ 41 വരെയുള്ള അധ്യായങ്ങൾ, അത് സാക്ഷാൽ ദൈവം ഇയ്യോബിന് ചുഴലിക്കാറ്റിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട് ഇയ്യോബിനോട് അരുളി ചെയ്യുന്ന വചനങ്ങളാണ്. ദൈവത്തിന്റെ വാക്കുകളാണ് ഈ 38 അധ്യായം മുതൽ 41 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അതിന്റെ ആരംഭം ഇങ്ങനെയാണ്: അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് ഉത്തരം അരുളി ചെയ്തത് എന്തെന്നാൽ, അങ്ങനെയാണ് അതിന്റെ അഭിസംബോധന. ആ ഒരു അഭിസംബോധനയോടുകൂടെയാണ് ഇത് ആരംഭിക്കുന്നത്. ഇത് ഒന്ന് ക്രോഡീകരിച്ച് പറയുകയാണ്. ഇത് മുഴുവനും വായിച്ച് ഇതിനെപ്പറ്റി വ്യാഖ്യാനിക്കുന്നില്ല. ഇതിനകത്ത് 3 കാര്യങ്ങളാണ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക. ദൈവം ഇയ്യോബിനോട് സംസാരിക്കുന്ന ഈ 38 മുതൽ 41 വരെയുള്ള അധ്യായങ്ങളിൽ ഒന്നാമത് ദൈവം സമർത്ഥിക്കുന്നത് ദൈവം സകലത്തിന്റെയും സൃഷ്ടാവാണെന്ന് ഇയ്യോബിനോട് സംസാരിക്കുകയാണ്. അതായത് ഭൂമിയുടെ സൃഷ്ടാവാണ്, കടലിന്റെ സൃഷ്ടാവാണ്, രാത്രിയുടെയും പകലിന്റെയും സൃഷ്ടാവാണെന്ന് ദൈവം ഈ 38 അധ്യായത്തിൽ ഇയ്യോബിനോട് പറയുകയാണ്. പിന്നീട് രണ്ടാമത് ദൈവം അചേതന വസ്തുക്കളുടെ എല്ലാം അധികാരിയാണെന്ന് പറയുകയാണ്. അതായത് ആഴത്തിന്റെയും ഉയരത്തിന്റെയും അധിപനാണ്, ഇരുളിന്റെയും വെളിച്ചത്തിന്റെയും നാഥനാണ്, കാലാവസ്ഥയുടെ കർത്താവാണ്, സൂര്യന്റെയും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും അധികാരിയാണ്, പ്രപഞ്ചത്തിന്റെ നിയന്താവാണ്, പ്രളയത്തിന്റെ നിയന്താവാണ് എന്നീ കാര്യങ്ങളാണ് പിന്നീടുള്ള അധ്യായങ്ങളിൽ ദൈവം സമർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്, ദൈവം ഇയ്യോബിനോട് സംസാരിക്കുന്നത്. പിന്നീട് ഈ അധ്യായങ്ങളിൽ കാണുന്ന മറ്റൊന്ന്, ദൈവം ജീവലോകത്തിന്റെ അധിപനാണ്. ദൈവം ജീവലോകത്തിന്റെ അധിപനാണ്. അതായത് ദൈവം വളർച്ചയുടെ നിയന്താവാണ്, പ്രജനനത്തിന്റെ അധികാരിയാണ്, കാട്ടുമൃഗങ്ങളുടെ അധിപനാണ്, അപരിമേയ ശക്തിയുടെ അധിപനാണ്, അഗ്രാഹ്യമായ വേഗത്തിന്റെ അധിപനാണ്, വേട്ടമൃഗങ്ങളുടെ കുതിപ്പിന്റെ അധികാരിയാണ്.
അതായത് പിന്നീട് നമ്മൾ അങ്ങോട്ട് വായിക്കുമ്പോൾ ഓരോ മൃഗങ്ങളെയൊക്കെ എടുത്ത് കർത്താവ് സംസാരിക്കുന്നുണ്ട്. ഇതിനെല്ലാം ശക്തി കൊടുത്തത് ഞാനാണ്, ഇതിനെ നിയന്ത്രിക്കാൻ നിനക്ക് കഴിയുമോ എന്നൊക്കെ ഇയ്യോബിനോട് ചോദിക്കുന്നുണ്ട്. നീർക്കുതിരയെ നിനക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയുമോ? ലിവിയാദാനെ, കടലിൽ കാണുന്ന ലിവിയാദാനെ നിനക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റുമോ എന്നെല്ലാം ദൈവം ഇയ്യോബിനോട് ചോദിക്കുകയാണ്. ഈ 3 കാര്യങ്ങളാണ് ഈ അധ്യായങ്ങളിലൂടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 1, ദൈവം സകലത്തിന്റെയും സൃഷ്ടാവാണ്. 2, ദൈവം അചേതന വസ്തുക്കളുടെ എല്ലാം അധികാരിയാണ്. 3, ദൈവം ജീവലോകത്തിന്റെ അധിപനാണ്. ഈ 3 കാര്യങ്ങളാണ് 38 മുതൽ 41 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിനെ നിങ്ങൾ വീട്ടിലിരുന്ന് വായിക്കണമെന്ന് സ്നേഹപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. 42 അധ്യായം അതിന്റെ ആരംഭം മുതലൊന്ന് വായിക്കാമോ? 5 വാക്യം വരെ ഒന്ന് വായിക്കാമോ? 42. യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നവനാര്? അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാത്തവണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. കേൾക്കണമേ, ഞാൻ സംസാരിക്കും. ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ അതായത് ഇയ്യോബ് 42 അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് ദൈവം ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ദൈവത്തോട് ഇയ്യോബ് മറുപടി പറയുകയാണ്. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നവർ ഇവരാർ? അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞു പോയി. അതായത് പറഞ്ഞതെല്ലാം തെറ്റായിപ്പോയി എന്നുള്ള ഒരു അനുതാപത്തിന്റെ സ്വയം എളിമപ്പെടുത്തലിന്റെ വാക്കുകളാണ് ഇയ്യോബിൽ നിന്ന് നമുക്ക് ഇവിടെ വായിച്ച് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ 5 വാക്യം ഇപ്രകാരമാണ്: ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ഇല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇന്ന് ദൈവത്തെ പറ്റി നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? കേട്ടിട്ടേ ഉള്ളൂ, അല്ലേ? എന്നാൽ ചിലരൊക്കെ കാണാനുള്ള ഭാഗ്യം ചിലർക്കൊക്കെ ദൈവം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഭൂരിഭാഗം ആളുകൾക്കും ദൈവത്തെ പറ്റിയുള്ള കേൾവി മാത്രമേ ഉള്ളൂ. ദൈവം ഒരു അനുഭവമായി മാറിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ശരിക്കും ഒരു പരാജയം എന്ന് പറയുന്നത്. കാരണം ദൈവം ഒരു അനുഭവമായി മാറിയില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം തളരാനും അത് തകർന്നു പോകാനൊക്കെ സാധ്യതയുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. എൻ്റെ വീട്ടിൽ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ വീട്ടിലൊരു പട്ടിക്കൂടും അതിനകത്തൊരു പട്ടിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പട്ടി ഒരു സന്ധ്യക്ക് ഭയങ്കരമായിട്ട് കുരയ്ക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കുരയ്ക്കാൻ തുടങ്ങി. ആദ്യം എൻ്റെ വീട്ടിലെ പട്ടി മാത്രമാണ് കുരച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് അയൽവക്കത്തുള്ള എല്ലാ പട്ടികളും കൂടെ ഈ പട്ടി കുരയ്ക്കുന്നത് കേട്ടിട്ട് കുരയ്ക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഇറങ്ങി നോക്കിയപ്പോ എൻ്റെ പട്ടിക്കൂടിന്റെ മുമ്പിലായിട്ട് ഒരു മൂർഖൻ പാമ്പ് ഇങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ്. അപ്പൊ ഇത് കണ്ടിട്ടാണ് എൻ്റെ വീട്ടിലെ പട്ടി കുരയ്ക്കുന്നത്. അപ്പൊ ഈ പട്ടി എന്ത് ചെയ്താലും ഞാൻ അടുത്ത് ചെന്നിട്ട് പോലും കുര നിർത്തുന്നില്ല, കാരണം ഈ പാമ്പ് അവിടെ അരികിലുണ്ട്. ഇത് കണ്ടിട്ടാണ് എൻ്റെ വീട്ടിലെ പട്ടി കുരയ്ക്കുന്നത്. ഇത് കേട്ടിട്ട് അയൽപക്കത്തെ പട്ടികളൊക്കെ കുറെ നേരം കുരച്ചു. പക്ഷെ അവസാനം കുറെ കഴിഞ്ഞപ്പോ ആ പട്ടികളെല്ലാം കുര നിർത്തി. എൻ്റെ വീട്ടിലെ പട്ടി മാത്രം കുരച്ചുകൊണ്ടിരിക്കുക. കാര്യം എന്താ? കാര്യം എൻ്റെ വീട്ടിലെ പട്ടി ഒരു പാമ്പിനെ കണ്ടിട്ട് അത് കണ്ടതിന്റെ വെളിച്ചത്തിലാണ് കുരച്ചുകൊണ്ടിരിക്കുന്നത്. ആ പാമ്പ് പോകാതെ കുര നിർത്തുവോ? കുര നിർത്തില്ല. അതുപോലെ തന്നെയാണ്. എന്നാൽ മറ്റേ പട്ടികളോ? അവർ ഈ എൻ്റെ വീട്ടിലെ പട്ടി കുരയ്ക്കുന്നത് കേട്ടിട്ട് അതിനെ ഏറ്റുപിടിച്ച് കുരച്ചതാണ്. പ്രിയപ്പെട്ടവരെ, കേൾവി കൊണ്ട് മാത്രം ദൈവത്തെ അന്വേഷിച്ചാൽ ഇങ്ങനെ ഒരു അബദ്ധം സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. കേട്ടത് കൊണ്ട് മാത്രം നമ്മുടെ വിശ്വാസം വിശ്വാസം വളരും, പക്ഷെ ശക്തിപ്പെടാനായിട്ട് സാധ്യത കുറവാണ്. അതുകൊണ്ട് കേട്ടത് അനുഭവമായി തീരണം. അതിന് നമ്മളെ സഹായിക്കുന്ന ഘടകമാണ് ഇയ്യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഈ എല്ലാ കഷ്ടപ്പാടുകളും ഞെരുക്കവും ഒക്കെ ഇയ്യോബിന് വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ അവസാനം കൺക്ലൂഡ് ചെയ്ത് പറയുന്നത് എങ്ങനെയാണ്? കർത്താവേ, ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, എന്നാലോ ഇപ്പോൾ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. അപ്പൊ ആരെ പറ്റി
ഇയ്യോബ് കേട്ടിരുന്നോ? ആർക്ക് ഇയ്യോബ് ബലി അർപ്പിച്ചിരുന്നോ? ആരെ ഹൃദയം നിറഞ്ഞ് സ്നേഹിച്ചിരുന്നോ? ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് ആരെ പറ്റി പറഞ്ഞോ? ആ ദൈവത്തെ ഇതാ കൺമുൻപിൽ ആര് കണ്ടുകൊണ്ടിരിക്കുക? ഇയ്യോബ് കണ്ടുകൊണ്ടിരിക്കുക. ഇതിനെല്ലാം അടിസ്ഥാന കാരണം ഇയ്യോബിന് കിട്ടിയ സഹനങ്ങളും ഇയ്യോബിന് കിട്ടിയ തകർച്ചകളും ഇയ്യോബിന് കിട്ടിയ വേദനിപ്പിക്കുന്ന, മുറിപ്പെടുത്തുന്ന അനുഭവങ്ങളുമാണ്. ഈ അനുഭവങ്ങളാണ് ദൈവത്തെ കാണാനും ദൈവത്തെ ആസ്വദിക്കുവാനും ദൈവശബ്ദം കേൾക്കാനും ദൈവത്തിന്റെ ആശ്വാസം സ്വീകരിക്കാനും ഇയ്യോബിനെ സഹായിച്ചത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം എടുക്കാമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 20-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യെശയ്യാവ് 30-ാം അധ്യായം 20-ാമത്തെ വാക്യം. യെശയ്യാവ് 30:20. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറിഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് നിരന്തരം ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും ഞെരുക്കങ്ങളും മാത്രം കടന്നു വന്നപ്പോ ആ ജനത്തോട് ദൈവം അരുളി ചെയ്തൊരു വചനമാണ് യെശയ്യാവ് 30:20. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. ഇതല്ലേ ഇയ്യോബിന്റെ ജീവിതത്തിലും സംഭവിക്കുന്നത്. ഇയ്യോബിന് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷെ അവസാനം എന്താ സംഭവിക്കുന്നത്? നിന്റെ ഉപദേഷ്ടാവ് നിനക്ക് മറഞ്ഞിരിക്കുകയില്ല, നിന്റെ കണ്ണ് അവനെ കണ്ടുകൊണ്ടിരിക്കുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദാനം ആർക്ക് ലഭിക്കുകയാണ്? ഇയ്യോബിന് ലഭിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങളും ഞെരുക്കങ്ങളും സഹനങ്ങളും ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തെ മുറുകെ പിടിച്ചും നീതിയുള്ള ജീവിതം നയിച്ചിട്ടും നിന്ദനങ്ങളും പരിഹാസങ്ങളും ഒക്കെയാണ് ജീവിതത്തിൽ കിട്ടുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് ദൈവം അറിയാതെ സംഭവിക്കുന്നതല്ല. ദൈവം അറിഞ്ഞ് നമുക്ക് തരുന്ന സഹനങ്ങളാണ്. എന്തിനാണെന്നറിയാമോ? അത് ദൈവ ഐക്യത്തിലേക്കും ദൈവബന്ധത്തിലേക്കും ദൈവ അനുഭവത്തിലേക്കും ദൈവത്തെ രുചിച്ചറിയാനുള്ള വലിയൊരു ഭാഗ്യാവസ്ഥയിലേക്കുമുള്ള ഒരു ക്ഷണമാണ്. പലർക്കും പക്ഷെ ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ഒരു കഷ്ടതയും ഒരു ദുഃഖവും ഞെരുക്കവും വന്നു കഴിയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാനാണ് ഇടയായിത്തീരുന്നത്. അങ്ങനെ പിന്തിരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ദൈവം അറിയാതെയല്ല നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നത്. ഇപ്പൊ എന്ത് തകർച്ച വന്നാലും എന്ത് ദുഃഖവും ഞെരുക്കവും വന്നാലും അത് എല്ലാം നന്മയ്ക്കായി തീരുമെന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. എവിടെയാണെന്നറിയാമോ? റോമർ 8:28 ഒന്ന് വായിക്കാമോ? റോമർ 8:28. റോമർ 8:28. റോമർ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മതി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായിട്ട് വ്യാപരിക്കും. അപ്പൊ ഒരു ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു തകർച്ചയുണ്ടായാൽ ദൈവം അതെന്താക്കി തീർക്കും? നന്മയ്ക്കാക്കി തീർക്കും. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കടബാധ്യത വന്നാൽ, അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു രോഗബാധ വന്നാൽ, പിന്നെ അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തകർച്ചകൾ വന്നാൽ ദൈവം അതെന്താക്കി തീർക്കുന്ന പറയുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സംഭവിക്കുന്നതെല്ലാം നന്മയായി തീരുമെന്ന് വചനം പഠിപ്പിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്ത് സംഭവിച്ചാലും, എന്ത് തകർച്ചകളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും, എന്ത് ദുരിതങ്ങൾ നമ്മളെ ചുറ്റി ചൂഴ്ന്നു നിന്നാലും അത് ദൈവം അറിയാതെയല്ല. ദൈവം അറിഞ്ഞിട്ടാണെങ്കിൽ അതെല്ലാം ആത്യന്തികമായി നമ്മുടെ നന്മയിലേക്ക് വന്ന് പരിണമിക്കുമെന്ന് അറിയുവാനും ഒക്കെയാണ് ഇയ്യോബിന്റെ പുസ്തകം ഈ നമ്മുടെ വേദപുസ്തകത്തോട് ചേർത്ത് ദൈവം തന്നിരിക്കുന്നത്.
അതിനുശേഷമുള്ള വാക്യങ്ങൾ 42 അധ്യായം 7 മുതൽ ഒന്ന് വായിക്കാമോ? 42 അധ്യായം 7 മുതൽ. യഹോവ ഈ വചനങ്ങളെ യോബിനോട് അരുളി ചെയ്ത ശേഷം യഹോവ തേമാന്യനായ എലീഫസിനോട് അരുളി ചെയ്തത്, നിന്നോടും നിന്റെ 2 സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. എന്റെ ദാസനായ യോബിനെ പോലെ നിങ്ങൾ എന്നെ കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. ആകയാൽ നിങ്ങൾ 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും എന്റെ ദാസനായ യോബിന്റെ അടുക്കൽ കൊണ്ടുചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിക്കുവിൻ. എന്റെ ദാസനായ യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവന്റെ മുഖം ആദരിച്ചു. നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും. എന്റെ ദാസനായ അതായത് എലീഹു അല്ല, തേമാന്യനായ എലീഫസും മറ്റ് 2 സുഹൃത്തുക്കളോടും ദൈവം അരുളി ചെയ്യുകയാണ്, നിന്റെ 2 സ്നേഹിതന്മാരോടും നിന്നോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. കാരണം ഇയ്യോബിനെ പോലെ എന്നെ പറ്റി നിങ്ങൾ വിഹിതമായതല്ല സംസാരിച്ചത്. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം? ആകയാൽ നിങ്ങൾ 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും എന്റെ ദാസനായ ഇയ്യോബിന്റെ അടുക്കൽ കൊണ്ടുചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിപ്പീൻ. യാഗം കഴിക്കുവാനായിട്ട് പറയുകയാണ്. ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കോപം നിങ്ങളിൽ നിന്ന് മാഞ്ഞു പോകുമെന്ന് എഴുതി വെച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതെങ്ങനെയായിരിക്കും? പഴയ നിയമത്തിൽ ഹോമയാഗം അർപ്പിച്ചാൽ മതിയായിരുന്നു. പുതിയ നിയമത്തിൽ ഹോമയാഗം ഉണ്ടോ? കാളയെയും കഴുതയെയും അർപ്പിക്കലുണ്ടോ? ഇല്ല. എബ്രായ ലേഖനം പഠിക്കുമ്പോൾ അറിയാം, ഇല്ലേ, ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ബലിയർപ്പണത്തിന്റെ ആവർത്തനമാണ് ഓരോ വിശുദ്ധ കുർബാനയും. അപ്പോ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് അനുതാപത്തോടും അതുപോലെ തന്നെ ദൈവസന്നദ്ധിയിൽ എളിമയോടും കൂടെ നിലനിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദൈവത്തിന്റെ കോപം മാഞ്ഞു പോകുമെന്ന് ഇവിടെ നിന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഇയ്യോബിന്റെ അടുക്കൽ ഈ സുഹൃത്തുക്കൾ ചെന്ന് ഈ ബലി അർപ്പിക്കുവാനായിട്ട് ഇയ്യോബിനോട് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അപേക്ഷിച്ചപ്പോൾ ഇയ്യോബ് എന്താ ചെയ്യുന്നത്? 10-ാമത്തെ വാക്യം വായിക്കാമോ? 9-ാമത്തെ വാക്യം വായിക്കുമോ? 9:42. അങ്ങനെ തേമാന്യനായ എലീഫസും ശൂഹ്യനായ ബിൽദാദും നയമാത്തിനായ സോഫിരും ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. യഹോവ ഇയ്യോബിന്റെ മുഖത്തെ ആദരിച്ചു. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിനെ ഇരട്ടിയായി കൊടുത്തു. അവന്റെ സകല മതി. ഇയ്യോബിനെ ദൈവം വീണ്ടും അനുഗ്രഹിക്കുന്നത് എപ്പോഴാണ്? ഇയ്യോബിനെ ദൈവം വീണ്ടും അനുഗ്രഹിക്കുന്നത് ഏത് സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ്? ഇയ്യോബിനെ കുറ്റം പറഞ്ഞ ഇയ്യോബിനെ കുറ്റപ്പെടുത്തുകയും ഇയ്യോബിനെ മുറിപ്പെടുത്തുകയും ഇയ്യോബിനെ അവന്റെ പാപം നിമിത്തമാണെന്നും അവന്റെ മക്കളുടെ പാപം നിമിത്തമാണെന്നും ഈ തകർച്ചകളെല്ലാം ഉണ്ടായതെന്നും നിരന്തരം വേദനിപ്പിക്കുന്ന തരത്തിൽ ഇയ്യോബിനോട് സംസാരിച്ച ആ സുഹൃത്തുക്കൾക്ക് വേണ്ടി അദ്ദേഹം എപ്പോ പ്രാർത്ഥിച്ചോ ആ സമയത്താണ് എന്ത് ലഭിക്കുന്നത്? എല്ലാം പോയതെല്ലാം തിരിച്ചു. അതായത് ഇരട്ടിയായിട്ട് ദൈവം ഇയ്യോബിന് അനുഗ്രഹമായി മടക്കി കൊടുക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഇതേപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതായത് നമ്മളെ വിമർശിക്കുന്നവരും നമ്മളെ വേദനപ്പെടുത്തുന്നവരും നമുക്ക് മുറിവുകൾ ഉണ്ടാക്കുന്നവരും അനേകര് ഉണ്ടാകും. എന്തിനാണ് ഇവര് നമ്മളെ മുറിപ്പെടുത്തുന്നതെന്ന് അറിയാമോ? എന്തിനാണെന്നറിയാമോ? പുതിയ നിയമത്തിലേക്ക് വരുമ്പോ യേശു തന്നെ അത് പറയുന്നുണ്ട്, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, ഇല്ലേ? അപ്പൊ പ്രാർത്ഥിക്കണമേ എന്നുള്ള അപേക്ഷയുമായിട്ടാണ് ആര് കടന്നു വരുന്നത്? നമ്മളെ ഉപദ്രവിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ കടന്നു വരുന്നത്. കാരണം അവർക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയാനായിട്ട് അറിയില്ല. അപ്പൊ അതിനു പകരം അവരെന്ത് ചെയ്യും? അവര് ഉപദ്രവിക്കും. കാരണം വചനം എഴുതി വെച്ചിരിക്കുകയാണ്, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പൊ ഇയ്യോബ് പ്രാർത്ഥിച്ചപ്പോ ഇയ്യോബിനെ ഇരട്ടിയായി ദൈവം അനുഗ്രഹിച്ചെങ്കിൽ ഇയ്യോബിനെ പോലെ നമ്മൾ ഓരോരുത്തരും നമ്മളെ വേദനിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്ത വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഇയ്യോബിനെ പോലെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമോ? തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം ഒന്ന് എടുക്കാമോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം
11 12 വാക്യങ്ങൾ കൂടെ ഒന്ന് വായിക്കാം. വിശുദ്ധ മത്തായി 5-ാം അധ്യായം 11 12 വാക്യങ്ങൾ. നീതി നിമിത്തം 11-12 സ്വർഗരാജ്യം അവർ എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തോന്നുകൊണ്ടും രസം വരുത്താം. പുറത്ത് കളഞ്ഞിട്ട് 11 12 അത്ര മതി. അതായത് വാക്യം ഇങ്ങനെയാണ്: എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പൊ ദൈവം ഭാഗ്യവാൻ എന്ന് വിളിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? നിങ്ങളെ പറ്റി കളവായി പലതും പറയുകയും നിങ്ങളെ ഉപദ്രവിക്കുകയും നിങ്ങൾക്കെതിരെ പഴി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്നിട്ട് പറയുകയാണ്, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. അപ്പൊ എപ്പോഴാണ് നമ്മൾ കൂടുതൽ സന്തോഷിക്കേണ്ടത്? നമ്മളെ പറ്റി 10 ആളുകൾ മുഖസ്തുതി പറയുമ്പോഴാണോ? നമ്മളെ പറ്റി ഇല്ലാത്തതും ആവശ്യമില്ലാത്തതും പറയുമ്പോഴാണോ നമ്മൾ കൂടുതൽ സന്തോഷിച്ച് ഉല്ലസിക്കേണ്ടത്? ദൈവവചനം പഠിപ്പിക്കുന്നത് നിങ്ങളെ പഴി പറയുകയും നിങ്ങളെ ഉപദ്രവിക്കുകയും നിങ്ങൾക്കെതിരെ ആവശ്യമില്ലാത്തത് പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിപ്പിൻ. അതിന്റെ കാരണം കൂടെ പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിപ്പിൻ. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മളെ സ്നേഹിക്കുന്നവരാണോ നമ്മളെ ഉപദ്രവിക്കുന്നവരാണോ നമുക്ക് സ്വർഗത്തിൽ പ്രതിഫലം വർദ്ധിപ്പിക്കുന്നത്? ഉപദ്രവിക്കുന്നവരാണ്. നമ്മുടെ അപ്പനോ അമ്മയോ അവർ ഈ ഭൂമിയിൽ നമുക്ക് ഒത്തിരി പ്രതിഫലം ഉണ്ടാക്കി തരുന്നവരാണ്. നമ്മളെ സ്നേഹിക്കുന്നവർ, നമുക്ക് നന്മ ചെയ്യുന്നവര് എല്ലാം ഈ ഭൂമിയിൽ നമുക്ക് നന്നായിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരുന്നു. എന്നാൽ സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലം വർദ്ധിപ്പിക്കുന്നത് ആരാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്? നമ്മളെ ഉപദ്രവിക്കുകയും നമുക്കെതിരെ പഴി പറയുകയും നമുക്കെതിരെ ദുഷി പറയുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? സന്തോഷിച്ച് ആനന്ദിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ ഉപദ്രവിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ അപ്പനെയും അമ്മയെയും സ്നേഹിക്കുന്നത് പോലെ, നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ആരെയും സ്നേഹിക്കണം. കാരണം ഈ ലോകത്തിൽ നമ്മുടെ അപ്പനും അമ്മയും നമുക്ക് നേടിത്തരുന്ന സൗഭാഗ്യങ്ങളെ ഓർത്താണ് നമ്മൾ അവരെ സ്നേഹിക്കുന്നത്. അപ്പോ വരാനിരിക്കുന്ന ലോകത്തിൽ നമ്മുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് സ്നേഹം ഉണ്ടാവണ്ടേ? തീർച്ചയായിട്ടും ഉണ്ടാകണം. അതുകൊണ്ടാണ് വിശുദ്ധന്മാരുടെയൊക്കെ ജീവചരിത്രം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവരെ ഉപദ്രവിച്ചവരോട് അവർക്ക് യാതൊരു പരാതിയുമില്ല, അവർക്കെതിരെ യാതൊരു പഴിയും അവർ പറയുന്നില്ല. കാരണം അവർക്കറിയാം ഇവരെ നിയോഗിച്ചതും ഇവർക്കെതിരെ വിട്ടതും ആരാണെന്ന് ആർക്കറിയാം? ദൈവമാണെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. പരിമല തിരുമേനയുടെ ജീവിതത്തിലെ തന്നെ ഒരു ഇൻസിഡന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രം വായിച്ചവർക്ക് അത് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ടാകും. അത് മറ്റൊന്നുമല്ല, പരിമല തിരുമേനിയെ ഒരു ദേവാലയത്തിലേക്ക് പെരുന്നാളിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അപ്പൊ പണ്ട് ഇന്ന് ഉള്ളതുപോലെ എല്ലാ മുക്കിലും തിരുമേനിമാരെ കാണുന്നൊരു കാലഘട്ടമല്ല. മറിച്ച് ആണ്ടിലൊന്നോ അല്ലെങ്കിൽ വർഷങ്ങൾ കൂടുമ്പോഴൊക്കെയാണ് ഒരു തിരുമേനിയെ കാണുന്നത്, പ്രിയപ്പെട്ടവരെ. അപ്പോ ഈ പള്ളിക്കാര് അവരുടെ അടുത്തുള്ള ഒരു ടൗണിൽ നിന്ന് പരിമല തിരുമേനിയെ ഒരു പല്ലക്കിൽ ഇരുത്തി അദ്ദേഹത്തെ ദേവാലയത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കുന്നത് അറിയാമോ? കുറച്ച് സാമൂഹിക വിരുദ്ധരായിരിക്കുന്ന വ്യക്തികൾ, ഈ ദേവാലയത്തിന് എതിരായിട്ടുള്ള കുറച്ച് ആളുകൾ ചേർന്ന് വഴിയിൽ കടന്ന് ചാണകം എടുത്തിട്ട് പരിമല തിരുമേനിയുടെ ഇരിക്കുന്ന പല്ലക്കിനകത്തേക്ക് എറിഞ്ഞു. അത് നേരെ പരിമല തിരുമേനിയുടെ ശരീരത്തിലേക്ക് വീണു. അപ്പൊ പലരും അതിനെ പ്രതികരിക്കാനായിട്ട് മുതിർന്നപ്പോ പരിമല തിരുമേനി ഇറങ്ങി അവരോട് പറഞ്ഞു, നിങ്ങൾ അവർക്കെതിരെ ഒന്നും ചെയ്യണ്ട, ഈ പ്രദക്ഷിണം അങ്ങനെ തന്നെ പള്ളിയിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞു. പരിമല തിരുമേനി നേരെ പള്ളിയുടെ അടുത്തുള്ള പാഴ്സനേജിന്റെ റൂമിൽ കയറി അദ്ദേഹത്തിന്റെ ആ കറുത്ത കുപ്പായം എല്ലാം മാറ്റി കുളിച്ച് ശുദ്ധനായി പുതിയ കുപ്പായൊക്കെ എടുത്ത് അന്നത്തെ സന്ധ്യപ്രാർത്ഥനയും നടത്തി പിറ്റേ ദിവസം വിശുദ്ധ കുർബാനയും അർപ്പിച്ച്
അത് കഴിഞ്ഞ് അദ്ദേഹം ഭക്ഷണത്തിനിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാൽക്കൽ വന്ന് ഒരു 4-5 പേര് വീണ് കിടന്ന് കണ്ണുനീരോടുകൂടെ അവര് അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, തിരുമേനി ഞങ്ങളോട് ക്ഷമിക്കണം, ഇന്നലെ ഞങ്ങളാണ് അങ്ങേക്ക് എതിരായി ചാണകം എറിയുകയും അങ്ങയെ പ്രയാസപ്പെടുത്തുകയും ചെയ്തത്, ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് കണ്ണുനീരോടുകൂടെ അവര് അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണ് ഈ ഒരു മറിമായം സംഭവിച്ചത്? അവിടെ തിരുമേനിയോ പള്ളിക്കാരോ പ്രതികരിച്ചായിരുന്നെങ്കിൽ ഈ മാനസാന്തരം ഉണ്ടാകുമായിരുന്നോ? ഉണ്ടാവില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ തിരുമേനി അന്നത്തെ വിശുദ്ധ ബലിയിൽ ആ മനുഷ്യരെ ഓർത്ത് സ്നേഹത്തോടെ അവരെ ഓർത്ത് പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് എന്ത് കണ്ടത്? പിറ്റേ ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ കാൽക്കൽ വന്ന് ഈ വീണ് കിടന്ന് കണ്ണുനീരോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് ഈ മനുഷ്യർ തലേ ദിവസം ചാണകം എറിഞ്ഞവര് പിറ്റേ ദിവസം ഈ പിതാവിന്റെ അടുക്കൽ വന്നത്. എന്നിട്ട് പിന്നീട് ആ പുസ്തകത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, എവിടെ ചാണകം എറിഞ്ഞോ ആ ഭാഗത്ത് ഒരു ചെറിയ കുരിശടി കൂടെ പണിത് കൊടുത്തൊരു പ്രായശ്ചിത്തം ഇവര് ചെയ്തു എന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു അത്ഭുതം കൂടെ നടക്കും. നമ്മുടെ സ്വർഗത്തിലെ പ്രതിഫലം വർദ്ധിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മളെ ഉപദ്രവിക്കുന്നവരും നമ്മളെ പ്രയാസപ്പെടുത്തുന്നവരും മാനസാന്തരപ്പെടാനും അവരും നമ്മളെ പോലെ തന്നെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ തുറമുഖത്തേക്ക് എത്താനും ഇടയായി തീരും, ഇല്ലേ? അതുകൊണ്ടല്ലേ യേശുവിന്റെ വിലാപ്പുറത്തേക്ക് കുത്തിയപ്പോഴും യേശു എന്തെങ്കിലും പ്രതികരിച്ചോ? യേശു ഒന്നും പ്രതികരിച്ചില്ല. കുത്തിയവന്റെ ഒരു കണ്ണ് കാഴ്ചയില്ലാത്തതായിരുന്നു. ആ കണ്ണിലേക്ക് യേശുവിന്റെ രക്തം തളിക്കപ്പെട്ടപ്പോൾ, ആ രക്തം വന്ന് വീണപ്പോ അവൻ എന്തായി? അവന് കാഴ്ച കിട്ടി എന്നാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം എന്താ? യേശുവിൽ നിന്ന് പകയോ വിദ്വേഷമോ വെറുപ്പോ വരുന്നില്ല, മറിച്ച് യേശുവിൽ നിന്ന് സ്നേഹം മാത്രമാണ് പുറത്തേക്ക് ഒഴുകുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ആത്മാവുള്ള നമ്മളിൽ നിന്നും ദൈവം എന്താ പ്രതീക്ഷിക്കുന്നത്? ഇങ്ങനെ വരണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ പലപ്പോഴും ഘടകവിരുദ്ധമായിട്ട് സംഭവിക്കുകയാണ്. ആരെങ്കിലും നമുക്കെതിരെ പഴി പറയുകയോ നമ്മളെ ഉപദ്രവിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ വല്ലാതെ അസ്വസ്ഥരാവുകയും അവർക്കെതിരെ സംസാരിക്കുകയും പലരോടും അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ്. എന്നാൽ അങ്ങനെയല്ല വേണ്ടത്, മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാൻ നമുക്ക് കഴിയാത്തതിന്റെ കാരണം ആത്മാവിൽ ബലപ്പെടാത്തത് കൊണ്ടാണ്. ഇപ്പോ സ്തേഫാനോസിനെ പറ്റി എഴുതി വെച്ചിരിക്കുന്ന, സ്തേഫാനോസിനെ തെരഞ്ഞെടുക്കുന്നതിന് മുൻപ് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ 7 പുരുഷന്മാരെ തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡം എന്തായിരുന്നു? ദൈവത്തിന്റെ ആത്മാവിലും ദൈവിക പരിജ്ഞാനത്തിലും നിറഞ്ഞ 7 പുരുഷന്മാരെ തെരഞ്ഞെടുത്തു. അപ്പം അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന ആളാണ് സ്തേഫാനോസ്, ഇല്ലേ? ഈ സ്തേഫാനോസിനെ എന്താ ചെയ്യുന്നത്? യഹൂദന്മാര് വട്ടം ചുറ്റി നിന്ന് കല്ലെറിഞ്ഞ് കൊല്ലുകയാണ്, ഇല്ലേ? ഈ കല്ലേറ് കൊണ്ട് ഇദ്ദേഹം മരിച്ച സമയത്ത് അദ്ദേഹം അതിന് മുമ്പ് പറയുന്നത് എന്താണ്? അദ്ദേഹം യേശു കുരിശിൽ കിടന്ന് എന്ത് പറഞ്ഞോ അത് തന്നെയാണ് ഇദ്ദേഹവും പറയുന്നത്. കാരണം അദ്ദേഹം എന്താ പറയുന്നത്? ദൈവമേ, ഇവരുടെ പാപം ഇവരുടെ മേൽ നിർത്തരുതേ. അതായത് യേശു കാൽവറി കുരിശിൽ കടന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയാത്തതിനാൽ ഇവരോട് ക്ഷമിക്കണമേ. അതേ പ്രാർത്ഥനയല്ലേ തന്നെ കല്ലുകൊണ്ടെറിഞ്ഞ് കൊല്ലുന്നവർക്ക് വേണ്ടി സ്തേഫാനോസ് പ്രാർത്ഥിക്കുന്നത്? ദൈവമേ, ഇവരുടെ പാപം ഇവരുടെ മേൽ നിർത്തരുതേ. പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ ബലപ്പെട്ടാൽ മാത്രമേ ആത്മാവിന്റെ ഫലങ്ങൾ ആരിൽ നിന്ന് ഒഴുകുകയുള്ളൂ, നമ്മളിൽ നിന്ന് ഒഴുകുകയുള്ളൂ. ആത്മാവിന്റെ ഫലം എന്താണെന്നറിയില്ലേ? ഗലാത്യർ 5:22 ഒന്ന് വായിക്കാമോ? ഗലാത്യർ 5-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. ഗലാത്യർ 5-ാം അധ്യായം 22 മുതലുള്ള 22-ാമത്തെ വാക്യം. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായ ഒരു ന്യായപ്രമാണവുമില്ല. ഈ 9 ഫലങ്ങൾ
ദൈവത്തിന്റെ ആത്മാവിൽ ഒരാൾ നിറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യനിൽ നിന്ന് പുറത്തേക്ക് പുറപ്പെടും, ഒഴുകിയിറങ്ങും. അതായത് സ്നേഹമുള്ള വ്യക്തിയായിരിക്കും. ഏത് സാഹചര്യത്തിലും സ്നേഹിക്കുന്ന വ്യക്തിയായി ആര് മാറും? ആത്മാവിൽ നിറഞ്ഞ ഒരു മനുഷ്യൻ. പിന്നീട് പറയുകയാണ് സന്തോഷം, 3 സമാധാനം, 4 ദീർഘക്ഷമ. ഇന്ന് ക്ഷമിക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല, അപ്പോഴാണ് ദീർഘക്ഷമ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് ബലപ്പെട്ടാൽ ഈ ദീർഘക്ഷമയും സ്നേഹവും സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് എല്ലാ പ്രഭാതങ്ങളിലും, എല്ലാ നിമിഷങ്ങളിലും, എല്ലാ നാഴികയിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, അവിടുത്തെ ആത്മാവിൽ എന്നെ നിറയ്ക്കണമേ. ആത്മാവിന്റെ വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും കൊണ്ട് തന്നെ നിറച്ച് നയിക്കണമേ എന്ന് നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതിന്റെ ഒരാഹ്വാനം തന്നെ യേശു തന്നെ അത് തരുന്നത്. അതായത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലോ 7-ാം അധ്യായത്തിലോ ആണ്. ഒന്ന് എടുക്കാമോ? 11-ാം അധ്യായം എടുക്കാമോ? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 9 മുതലുള്ള വാക്യം വായിക്കാമോ? യാചിക്കുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിക്കുവീൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവീൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അത് മതി ആന്റി. ആദ്യത്തത് കർത്താവ് പറയുന്ന നിർദ്ദേശമാണ്, യാചിക്കുവീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു. എന്താണ് യാചിക്കേണ്ടതെന്ന് പലപ്പോഴും നമ്മൾ അതിന്റെ ബാക്കി താഴത്തേക്ക് വായിക്കാറില്ല. എന്താണെന്ന് 13-ാമത്തെ വാക്യത്തിൽ യേശു തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. വായിക്കാമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ഒരിക്കലും പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി കൊടുക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്ത് ചെയ്യണം? നമ്മൾ ഈ ബാക്കിയുള്ള കാര്യങ്ങളുടെ യാതനകളൊക്കെ കുറച്ചൊന്ന് കുറച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ദൈവമേ, എല്ലാ പ്രഭാതത്തിലും എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. ആദ്യം പ്രാർത്ഥിക്കേണ്ട, ദൈവമേ, അവിടുത്തെ ആത്മാവിൽ എന്നെ നിറയ്ക്കണമേ. കാരണം എനിക്ക് സന്തോഷമുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കുന്നില്ല. എല്ലാവരെയും എനിക്ക് സ്നേഹിക്കാനായിട്ട് പറ്റുന്നില്ല. പൂർണ്ണമായ ഒരു ജീവിതം എനിക്ക് നയിക്കാനായിട്ട് സാധിക്കുന്നില്ല. എല്ലാവരോടൊന്നും എനിക്ക് ക്ഷമിക്കാനായിട്ട് പറ്റുന്നില്ല. ദൈവമേ, നിന്റെ ആത്മാവിലൂടെ അല്ലാതെ ഇതൊന്നും ചെയ്യാനായിട്ട് ആർക്കും, ഒരു മനുഷ്യനായി ജനിച്ച ആർക്കും സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ദൈവമേ, അവിടുത്തെ ആത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ ആത്മാവിന്റെ പേമാരി പെയ്തിറങ്ങുന്നത് ജീവിതത്തിന്റെ അന്ത്യശ്വാസം വലിക്കുന്നതിന് മുൻപ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. കാരണം കർത്താവായ യേശു ക്രിസ്തു വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അവിടുത്തെ വാഗ്ദാനമാണ്, എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ഈ അന്ധകാരം പൂണ്ട ഈ ലോകത്ത്, തിന്മ നിറഞ്ഞ ഈ ലോകത്ത് പ്രകാശ സ്തംഭങ്ങളായി വിശുദ്ധിയുള്ള മനുഷ്യരായി ജീവിക്കണമെങ്കിൽ ദൈവത്തിനറിയാം, ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിലൂടെ അല്ലാതെ സാധിക്കില്ല. അതുകൊണ്ട് ദൈവത്തോട് ആത്മാവിന് വേണ്ടി യാചിച്ചാൽ ഒരിക്കലും അവിടെ നിന്ന് നിഷേധിക്കില്ല. യേശു തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഇതിനൊരു ത്യാഗം ആവശ്യമുണ്ട്. കാത്തിരുന്ന് നമ്മൾ ഒരു ദിവസം പ്രാർത്ഥിക്കുമ്പോഴൊന്നും ഒരുപക്ഷെ ദൈവാത്മാവിന്റെ ചൈതന്യം കൊണ്ട് നിറയണമെന്നില്ല. അത് ശിഷ്യന്മാർക്ക് 10 ദിവസമായിരുന്നു, പക്ഷെ നമുക്കത് 10 മാസമായിരിക്കാം. അത് ഓരോരുത്തരുടെ ഒരുക്കം പോലെ ഇരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 10 ദിവസം ഒരുമനപ്പെട്ട് ക്ഷമിച്ചും സ്നേഹിച്ചും പ്രാർത്ഥിച്ചിരുന്ന ശിഷ്യന്മാരുടെ മേൽ കൊടുങ്കാറ്റായി അഗ്നിനാവുകളുടെ രൂപത്തിൽ പെന്തിക്കോസ്ത്യ ദിവസം പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവ് നമ്മളിലും പറന്നിറങ്ങാൻ ഇടയാകും. കാരണം അപ്പോസ്തല പ്രവൃത്തിയിൽ ആ ഒരൊറ്റ സന്ദർഭത്തിൽ മാത്രമല്ല, പിന്നീട് അവരെപ്പോഴെല്ലാം പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചോ ആ സമയത്തെല്ലാം ആത്മാവിന്റെ അഭിഷേകം അവരുടെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങുന്നത് ആ അപ്പോസ്തല പ്രവൃത്തിയിൽ പലയിടങ്ങളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ആയതിനാൽ നമ്മുടെ പ്രാർത്ഥനകളിൽ
നിറഞ്ഞു നിൽക്കട്ടെ ദൈവമേ, നിന്റെ ആത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്നുള്ള പ്രാർത്ഥന. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വലിയ കൃപയാൽ ഇയ്യോബിന്റെ പുസ്തകത്തിന്റെ എല്ലാം ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് പറ്റിയില്ല. എന്നാൽ